ഏറ്റവും സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാടും നഗരവും തിരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിൽ കഴിയുന്ന ഈ വേളയിൽ തട്ടമിട്ട പെങ്ങന്മാരും പൊട്ടുതൊട്ട സഹോദരിമാരുടെയും ചിത്രങ്ങളും മറ്റുമൊക്കെയായി ചുമരുകളും എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ ബോധമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയുക. അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ചേർന്നതല്ല. ഇന്ന് പലർക്കും രാഷ്ട്രീയത്തോടുള്ള ഒരു വിരക്തി തോന്നുന്നത് ഒരുപക്ഷെ അതിൻ്റെ നേതാക്കന്മാരിൽ കാണുന്ന സ്ഖലിതങ്ങളും പോരായ്മകളും കുറവുകളുമൊക്കെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തിൽ ഒരു നന്മയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തോടുകൂടി ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ മുൻകഴിഞ്ഞ ഇസ്ലാഹി പണ്ഡിതന്മാർ തൗഹീദി ആദർശത്തിന് വേണ്ടി തൻ്റെ ജീവിതവും സമ്പത്തും ചെലവാക്കിയ മഹാന്മാരായ നമ്മുടെ പൂർവികരായിട്ടുള്ള അക്കം അബ്ദുൽ ഖാദർ മൗലവിയാകട്ടെ, അതുപോലെയുള്ള നേതാക്കന്മാർ സീതി സാഹിബും ഔഖാദർ കുട്ടി നഹാ സാഹിബും KM മൗലവിയും വെളിയങ്കോട് ഉമർ മൗലവിയും ഒക്കെ അവർക്ക് ഇന്നലകളുടെ ഇസ്ലാഹി ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാരാണ്. അവർ മതപ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയെന്നുള്ളതും ചരിത്രമാണ്. നമുക്കറിയാം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ് എന്ന് പറയുന്ന ധീരനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. ഇസ്ലാഹി ചരിത്രത്തിന് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു മഹാനായ നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം KPCCയുടെയൊക്കെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇക്കാലഘട്ടത്തിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമുക്കൊരു അത്ഭുതമായി ചിത്രത്തിൽ തെളിഞ്ഞേക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ പറയുന്നത് അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായിരിക്കെ തന്നെ വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും അവരുടെ യോഗങ്ങളിൽ എല്ലാ നേതാക്കന്മാരുടെയും മുന്നിൽ കുടിക്കുവാനുള്ള വിഭവങ്ങൾ എത്തുമ്പോൾ അധ്യക്ഷനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മുന്നിൽ അങ്ങനെയുള്ള വിഭവങ്ങളൊന്നും എത്തില്ല. കാരണം അവിടെ വിളമ്പുന്നയാൾക്കറിയാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ന് സുന്നത്ത് നോമ്പാണ് എന്ന്. കാരണം അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ കണ്ട മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, സൂറത്തുൽ മാഇദയുടെ 2-ാമത്തെ ആയത്താണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാകട്ടെ, സാമൂഹ്യ മേഖലകളാകട്ടെ, സാംസ്കാരിക മണ്ഡലങ്ങളാകട്ടെ, വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏത് നിഖില മേഖലകളിലുമാകട്ടെ, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും തഖ്വയിലും പരസ്പരം സഹായിക്കുകയും വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കാതിരിക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാടായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാടിൻ്റെ വികസനത്തിന് രാഷ്ട്രീയം ആവശ്യമാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ ആവശ്യമാണ്. ഒരു സ്ഥാനാർത്ഥിയാകട്ടെ, ഒരു വോട്ടറാകട്ടെ, അവരുടെ ലക്ഷ്യം, വിശിഷ്യ മുസ്ലിമീങ്ങൾ, ജനസേവനമെന്ന് പറയുന്നത് അത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു നന്മയായിട്ടാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ ആയിരിക്കരുത് ഒരു വിശ്വാസിയുടെ ഇടപെടൽ ആ മേഖലകളിൽ.
എതിരാളികളെ നിഷ്പ്രഭമാക്കുവാൻ വേണ്ടിയുള്ള മോഹന വാഗ്ദാനങ്ങൾ കേൾക്കാറുണ്ട് നാം, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ. വോട്ട് കച്ചവടത്തിൻ്റെയും കുതിരക്കച്ചവടത്തിൻ്റെയും കേരളമാണ്, രാഷ്ട്രീയമാണ് നാം മുന്നിൽ കാണുന്നത്. അല്പം വോട്ട് തരും, നിങ്ങൾ ഇത്ര രൂപ തരണം എന്ന് പറയുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികൾ സമ്മർദ്ദപ്പെടാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിൽ പോകരുത്. സ്വത്വബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടാകരുത് നമ്മുടേതെന്ന് ചുരുക്കം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും റബ്ബിൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ കൂടിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വചനാമൃതങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഇനി ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞ് കാണാമെന്നുള്ള ഗർവോടുകൂടിയും അഹന്തയോടുകൂടിയും ആയിരിക്കരുത് ആ സ്ഥാനാർത്ഥികളുടെ മുന്നോട്ടുള്ള ജീവിതം. വിനയത്തോടുകൂടി ഇലക്ഷൻ സമയത്ത് വോട്ടർമാരെ എങ്ങനെയാണോ കണ്ടത് അതുപോലെയായിരിക്കണം പിന്നീടുള്ള ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകളും. ജനസേവനമെന്ന് പറയുന്നത് പറഞ്ഞുവല്ലോ, റബ്ബിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു വസീലയാണ്, ഒരു മാർഗമാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അത് മുസ്ലിം സ്ഥാനാർത്ഥികളാകട്ടെ, മുസ്ലിം വോട്ടർമാരാകട്ടെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഈ ഖുതുബ നടത്തുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അള്ളാഹുവിൻ്റെ അടിമയെ സഹായിക്കുന്ന സമയങ്ങളിൽ അള്ളാഹു ആ അടിയാറുകളെ സഹായിക്കുമെന്നാണ്. എങ്ങനെ? അള്ളാഹുവിൻ്റെ ഒരു അടിമയെ സഹായിക്കുന്ന ഒരു അടിമയെ അള്ളാഹു സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. ആ ഹദീസിനെ ചില ദുഅഫുകൾ പറയുന്നുണ്ടുവെങ്കിലും ആശയം വ്യക്തമാണ്. ജനസേവനത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധമായ മതം നൽകുന്ന പ്രോജ്വലമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് ഈ വചനത്തിൽ കൂടി പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിച്ചു, നീ വല്ലാതെ പ്രയാസത്തിലാണല്ലോ. അതെ, ശരിയാണ്, കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്, അതിനെയോർത്ത് വല്ലാതെ പ്രയാസത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ശുപാർശ പറയട്ടെയോ? തീർച്ചയായിട്ടും. ഇഅ്തികാഫിൽ ഇരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മസ്ജിദിൽ നിന്നും പുറത്തു പോകുമ്പോൾ വന്ന ആ മനുഷ്യൻ പറയുകയാണ്, അങ്ങ് ഇഅ്തികാഫ് ഇരുന്നത് എന്ന് മറന്നുവോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇല്ല, വലാകിന്നി സമിഅതു സ്വാഹിബ് ഹാദൽ ഖബർ. മദീനയിൽ വെച്ചുകൊണ്ടായി സംഭവം, മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഞാൻ ആ ഖബറിൽ കിടക്കുന്ന സ്വാഹിബിൽ നിന്നും കേട്ട ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഫദമഅത ഐനാഹു. ഇത് പറയുമ്പോഴേക്കും കരച്ചിൽ കാണുകയാണ് മറ്റേ മനുഷ്യൻ. കണ്ണുനീർ ചാലിട്ടൊഴുകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അള്ളാന്റെ റസൂലിൽ നിന്നും കേട്ട ഹദീസ് പറയുകയാണ്, മൻ മശാ ഹാജത്തി അഖീഹി. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നാൽ, അവന്റെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ, വബലഗ ഫീഹാ കാന ഖൈറുൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. സൂചിപ്പിക്കുന്നു, ഈ ഹദീസിൽ ചില ദുഅഫുകളുണ്ട് എങ്കിലും ആശയതലത്തിൽ കൃത്യമാണ് എന്ന് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും ഖൈറാണ് തൻ്റെ സഹോദരൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ജനങ്ങളെ കാണുക എന്നുള്ളത്. നോക്കൂ, അതിൻ്റെ ജനസേവനത്തിൻ്റെ ഇസ്ലാമിക വീക്ഷണമാണ് വിശ്വാസികളെ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അത് മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്ന് മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ട, അവൻ്റെ ജീവിതത്തിൽ മുഖമുദ്രയാക്കേണ്ട ഒരു കാര്യമാണ്.
മോഹന വാഗ്ദാനങ്ങൾ അത് സ്ഥാനാർത്ഥികളും നൽകരുത്, വിശ്വാസികളും ആരും നൽകരുത്. ഇന്നത് ഞാൻ ചെയ്തു തരാം, മനസ്സിൽ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു തോന്നലോടുകൂടി. കാരണം ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ 17-ാമത്തെ ആയത്ത്, അത് എല്ലായ്പ്പോഴും വിശ്വാസികളുടെ ഹൃദയത്തിൽ കൊത്തുവെക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ കാണേണ്ടതുമാണ് ഈ ആയത്ത്. ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീൻ വ അനിൽ ശിമാൽ ഖഈദ്. ഇടതും വലതും രണ്ടുപേരുണ്ട്, രേഖപ്പെടുത്തുന്ന രണ്ടുപേർ, നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന രണ്ടുപേർ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ ഉറപ്പ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ രണ്ടുപേരും രേഖപ്പെടുത്താത്തതൊന്നും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല. റഖീബും അതീദും എല്ലാം കൃത്യമായി ഉച്ചരിക്കുകയാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. നമ്മുടെ പാർട്ടികൾ പെടാത്തവൻ എന്ത് നന്മ ചെയ്താലും അതിനെ തിന്മയായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് ഇലക്ഷനും കടന്നു വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കൂടി മനസ്സിലാക്കുക. വിശ്വാസികളെ, ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും ലോകത്താണ് നാം ജീവിക്കുന്നത്. വിശിഷ്യ സോഷ്യൽ മീഡിയകളിൽ കൂടി ഇടപഴകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമിൻ മിൻ ഖൗം. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കുത്തി നോവിക്കരുത്, പരിഹാസ്യമാക്കരുത്. എന്തുകൊണ്ട്? അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ പരിഹസിക്കുന്നുവല്ലോ, നിങ്ങളെക്കാൾ കേമന്മാരായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളെക്കാളും ഉത്തമരായിരിക്കും അവർ. എന്നിട്ട് ആയത്ത് തുടരുകയാണ്, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. പരസ്പരം കുത്തുവാക്കുകളോ പരിഹാസ പേരുകളോ ചെയ്തുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കരുത്, മറ്റുള്ളവരെ സംബോധനം ചെയ്യരുത്. അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതൊന്നും, അത് നാവ് കൊണ്ടാകട്ടെ, തൂലിക കൊണ്ടാകട്ടെ, ആംഗ്യം കൊണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്ന് ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു ലോകമാണ്, ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോഡി ഷെയ്മിങ്. അവൻ്റെ ശരീരത്തിൻ്റെ ആഹാരഘടനയെ കുത്തിനോവിക്കുന്ന രീതിയിൽ കേരള ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുവാൻ പോവുകയാണ്. അതിൻ്റെ കരട് രേഖയെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്താണ് ആ നിയമം? ബോഡി ഷെയ്മിങ്. ഒരുത്തൻ്റെ അപമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമായി മാറ്റുന്ന ഒരു നിയമം കേരള സർക്കാർ പാസ്സാക്കുവാനുള്ള കരട് രേഖ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസികളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാനവകുലത്തിൻ്റെ നേതാവ്, മനുഷ്യ സ്നേഹത്തിൻ്റെ ആൾരൂപം, സമത്വത്തിൻ്റെയും നീതിയുടെയും വക്താവായ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ് ഈ ബോഡി ഷെയ്മിങ്ങിനെതിരെയുള്ള നിയമം. നമുക്കറിയുമല്ലോ ചരിത്രം. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഒരു ഭാര്യയെ കുറിയവൽ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ സംബോധനം ചെയ്തതിനെ പൊന്നാര റസൂലുള്ളാഹ് ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് പറയുകയാണ്, കടലിൽ നിന്റെ വാക്കിനേക്കാൾ ഏറ്റവും വലിയ വിഷമായിരിക്കുകയാണ് കടൽ മുഴുവനും, വെള്ളം മുഴുവനും നിന്റെ വാക്കിനേക്കാൾ. എന്തേ പറഞ്ഞത്? കുറിയവൾ എന്നുള്ള ഒരു വാക്ക്. അതുപോലും അള്ളാഹുവിൻ്റെ പ്രവാചകർ അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രായോഗികമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ. നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചിരുന്ന ആ സമയം രാത്രികൾ സഞ്ചാരനാണല്ലോ. രാത്രികൾ സഞ്ചരിച്ചുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ മഹാനായ ഖലീഫ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരിക്കൽ രാത്രിയിൽ പോകുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവിഹിത ബന്ധം കാണുകയാണ്. പ്രഭാതമായപ്പോഴേക്കും പ്രജകളെയൊക്കെ വിളിച്ചു വരുത്തുകയാണ്, അനുയായികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ രണ്ടുപേരെയും വിളിക്കുകയാണ്.
അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുയായികളോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി ഒരു കാഴ്ച കണ്ടു, ഇവരാണവർ, ശിക്ഷ നടപ്പിലാക്കുവാൻ പോവുകയാണ്. അപ്പോഴേക്കും ജനങ്ങളൊക്കെ പറഞ്ഞു, ഇന്നമാ അൻത ഇമാമുൻ, നിശ്ചയമായും ഞങ്ങളുടെ നേതാവാണ്, നിയമം നടപ്പിലാക്കുക അങ്ങ്. ഇത് കേൾക്കുമ്പോഴേക്കും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈസ ദാലിക ലക്, ചെയ്യരുത് ഉമർ, ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കരുത്. എന്തേ കാരണം? ഇദാ യുഖാമു അലൈക്കൽ ഹദ് ഇന്നല്ലാഹ ലം യഅമൽ അലാ ഹാദൽ അംരി അഖല്ല മിൻ 4 ശുഹൂദ്. നിങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി പോകുന്ന ഈ നിയമമുണ്ടല്ലോ, കുറഞ്ഞത് 4 സാക്ഷികളെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. അല്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴേക്കും മഹാനായ ഖലീഫ വിനയാന്വിതനാവുകയാണ്, തല താഴ്ത്തുകയാണ്. അതെ അലി, നീ പറഞ്ഞതാണ് സത്യം, ശരിയാണ്, പിരിഞ്ഞു പോവുക. നോക്കണം അതിന്റെ ഗൗരവം. ഖലീഫ നേരിട്ട് കാണുകയാണ് ആ തിന്മയെ, ആ അവിഹിതമായ ബന്ധത്തെ നേരിട്ട് കണ്ട ഖലീഫ നിയമം, അതിന്റെ ഹദ് നടപ്പിലാക്കുവാൻ വേണ്ടി പോകുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ചാട്ടുളി പോലെ വന്നത്. അദ്ദേഹം തലകുനിയുകയാണ്. കാരണം അലി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഖുർആനാണ്. കുറഞ്ഞത് 4 സാക്ഷികളെയെങ്കിലും കൊണ്ടുവരണം. ഇവിടെയാണ് വിശ്വാസികളെ ചുറ്റുപാടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വർത്തമാനങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടപെടുവാൻ പാടില്ല. അത് രാഷ്ട്രീയക്കാർ അതിനെ സംബന്ധിച്ച് മറുപടി പറയട്ടെ. പറഞ്ഞുവല്ലോ, നമ്മുടെ സംസാരവും കേൾവിയും നമ്മുടെ പ്രവർത്തനങ്ങളും റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭയപ്പെട്ടത് അതാണ്. ഒരു വിഭചാരക്കുറ്റം ഒരാളിൽ ആരോപിക്കുമ്പോൾ ആര് കണ്ടു? 4 സാക്ഷികളെ കൊണ്ടുവരുവാൻ സാധിച്ചോ? എന്തിനു വേണ്ടിയാണ് നീ അത് പ്രചാരണം നടത്തിയത്? സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിന്റെ ഇടപെടലുകൾക്ക് എന്താണ് മറുപടി എന്ന് റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മറുപടി എന്നുള്ളത് ഓർത്തുകൊണ്ട് വേണം ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾക്ക് നാം ഷെയർ ചെയ്യുക. വളരെ ഗൗരവമുള്ള കാര്യമാണ് വിശ്വാസികളെ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ കൃത്യമായിട്ടുള്ള ബോധവും മനസ്സിലാക്കണം വിശ്വാസികൾ. ഒരു വർത്തമാനം കിട്ടുമ്പോൾ, നമ്മുടെ കയ്യിൽ ഒരു വാർത്ത കിട്ടുമ്പോൾ അതിന്റെ ഹക്കും ബാത്തിലും തിരയാതെ അത് ഷെയർ ചെയ്യുക ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതാണ് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 135-ാമത്തെ ആയത്ത്. തെറ്റുകൾ പറ്റും, മനുഷ്യരുടെ രീതിയിലുള്ള തെറ്റുകൾ പറ്റും. ആ തെറ്റിൽ ഉറച്ചു നിൽക്കരുത്. സ്വർഗാവകാശികളുടെ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ കാണാം. വലം യുസുറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. തെറ്റ് സംഭവിക്കും, തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കരുത്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കേണ്ട ഒരു മാർഗം. മനുഷ്യരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മുടെ സംഘടനയാകട്ടെ, നേതാക്കന്മാരാകട്ടെ, നമ്മുടെ വിശ്വാസമാകട്ടെ, തെറ്റെന്ന് ബോധ്യമായിട്ടും ആ സംഘടനയുടെ കൂടെ നിൽക്കരുത്. തെറ്റാണ് നമ്മുടെ നേതാവിൽ കാണുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആ നേതാവിന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ നിൽക്കരുത്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം അത് തെറ്റാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ബോധ്യപ്പെട്ടാൽ പിന്നെ ആ നേതാവിന്റെ കൂടെയോ ആ വിശ്വാസത്തിന്റെ കൂടെയോ ആ സംഘടനയുടെ കൂടെയോ അത് എക്സ് ഓർ വൈ ആരാകട്ടെ വിശ്വാസികൾ നിൽക്കരുത്. അതാണ് വലം യുസുറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. സ്വർഗാവകാശികളുടെ ഒരു സ്വഭാവമാണ് തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക, അതിൽ ഉറച്ചു നിൽക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമറിഞ്ഞാൽ അതെന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത് അതിൽ 6-ാമത്തെ വചനം. ഹൃദ്യസ്ഥമാണ് ഈ വചനം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു.
വിശ്വാസികളെ, നിങ്ങളുടെ അടുക്കൽ വല്ല ഫാസിഖും ഒരു വർത്തമാനവും കൊണ്ടുവന്നാൽ ഫതബയ്യനൂ, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങളതിനെ ആരായണം. എന്തുകൊണ്ട്? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നീട് നിങ്ങൾ ഖേദിക്കാതിരിക്കുവാൻ. ഒരു ജനതയ്ക്ക് ആപത്ത് വരാതിരിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഈ കൽപ്പന. വല്ല ഫാസിഖും ഒരു വർത്തമാനവും നിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അത് അന്വേഷിക്കണം. അത് അഡ്മിന്മാരായിരുന്നാലും സോഷ്യൽ മീഡിയകളിൽ അടയാളപ്പെടുത്തുന്നവരായിരുന്നാലും രാഷ്ട്രീയക്കാരായി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് മൗലികമാണ്. വർത്തമാനം ആര് കൊണ്ടുവന്നാലും അത് ശരിയാകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുവാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങുവാനുള്ള ഒരു സബബ് നുസൂൽ വിശ്വാസികളെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമാണ്. വല്ല ഫാസിഖും നിങ്ങളുടെ അടുക്കൽ ഒരു വർത്തമാനവും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ വ്യക്തത വരുത്തണം. ആ വർത്തമാനം, ഈ ഫാസിഖ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെന്നറിയുമോ? മഹാനായ ഒരു സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഗൗരവമാണ്. വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു സ്വഹാബിയെ ഒരു ഗോത്രത്തിലേക്ക് സക്കാത്തിന്റെ വിഹിതം സ്വീകരിക്കുവാൻ അയച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗോത്രക്കാരും ഈ വലീദ് റളിയല്ലാഹു അൻഹുവും ജാഹിലിയ കാലഘട്ടത്തിൽ ശത്രുക്കളായിരുന്നു. അള്ളാന്റെ റസൂൽ ഈ ഗോത്രത്തിലേക്ക് അയക്കുന്നത് എന്തിനാണ്? സക്കാത്ത് പിരിക്കുവാനാണ്. ആ ഗോത്രക്കാർ വിചാരിച്ചത് എന്താണ്? നമ്മൾ നല്ല ഒരു സതുദ്ദേശത്തോടുകൂടി വരികയാണ്, അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഗോത്രം മുഴുവനും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ചെല്ലുന്നത് കണ്ടുകൊണ്ട് ഈ വലീദ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത് എന്താണ്? ആക്രമിക്കാൻ വരികയാണ്. അദ്ദേഹം തിരിച്ചോടുകയാണ്. അള്ളാന്റെ റസൂലിൻ്റെ അടുക്കൽ പോയി പറയാം, റസൂലെ എന്നെ കൊല്ലാൻ വന്നു അവർ. അള്ളാന്റെ റസൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഒന്ന് അന്വേഷിക്കൂ, ഫതബയ്യനൂ, ഒന്ന് അന്വേഷിക്കൂ, പറയുന്നത് സത്യമാണോ? വലീദ് ഇബ്നു ഉഖ്ബ പറയുന്നത് സത്യമാണോ എന്ന് വലീദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പറഞ്ഞു വിടുമ്പോഴാണ് കാര്യം ബോധ്യപ്പെടുന്നത്. ഇല്ല, വലീദ് ഇബ്നു ഉഖ്ബക്ക് തെറ്റുപറ്റി. അദ്ദേഹം അവിടെ ചെന്നപ്പോഴേക്കും ഗോത്രക്കാർ സ്വീകരിക്കുവാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വ്യക്തത വരുത്തണം, പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരു സമൂഹം അവർക്ക് ആപത്ത് വരാതിരിക്കുവാനാണ് നിങ്ങൾ ഈ കേട്ട വർത്തമാനം ശരിയാണോ എന്ന് നോക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അതിൻ്റെ വ്യക്തത വരണം. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് ചില മുശ്രിക്കുകൾ അപവാദം പറഞ്ഞിരുന്ന ഒരു രംഗം, ഒരു കാര്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അപവാദം പറഞ്ഞിരുന്ന ആ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുവാൻ പറയുകയാണ്, റസൂല് അവരോട് പറ, അംലക്കും സുൽത്താനും മുബീൻ, വ്യക്തമായ തെളിവ് കൊണ്ടുവാ. നിങ്ങൾക്ക് വല്ല കിതാബുമുണ്ടോ? നിങ്ങൾ സത്യസന്ധന്മാരാണോ? നിങ്ങൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അപവാദ പറച്ചിലുണ്ടല്ലോ, അതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവരണം. എന്തെങ്കിലുമൊക്കെ കാലയും കീലയും പോരാൽ, ആ മഹാൻ ഇങ്ങനെ പറഞ്ഞു, ഈ മഹാൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടുള്ളതൊന്നും തെളിവല്ല. പറഞ്ഞതന്നെ അള്ളാഹുവിന്റെ കലാമിൽ, അള്ളാന്റെ റസൂലിന്റെ ഹദീസിൽ അംലക്കും സുൽത്താനും മുബീൻ, വ്യക്തമായ തെളിവ് വേണം, അല്ലെങ്കിൽ മിണ്ടിപ്പോകരുത്. നമുക്കറിയുമല്ലോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന സുപ്രധാനമായ ഒരു സംഭവം. ഭാര്യ സഫിയ റളിയല്ലാഹു തആല അന്നുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ജിദിൻ്റെ വരാന്തയിൽ വെച്ചുകൊണ്ട്. രാത്രി സമയമാണ്, അല്പം ഇരുട്ടുള്ള സമയമാണ്. രണ്ട് സ്വഹാബികൾ വരികയാണ് പ്രവാചകനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. വന്നപ്പോഴേക്കും ഏതോ ഒരു സ്ത്രീയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ആ സ്വഹാബികൾ തിരിച്ചുപോയി. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ രണ്ട് സ്വഹാബാക്കളെയും വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇന്നഹാ സഫിയ്യത്ത് ബിൻ ഹുയയ്യ്. ഇതാരെന്നറിയുമോ? എൻ്റെ ഭാര്യയാണ്
ഹുയയ്യയുടെ മകളാണ്, സഫിയയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അള്ളാഹിൻ്റെ റസൂൽ പറയുക, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങനെ അങ്ങയെ സംശയിക്കുവാനോ? അപ്പം ഇന്ന് പലർക്കും അങ്ങനെയാണല്ലോ. അത് മതനേതാക്കന്മാരിലും അല്ലെങ്കിൽ സാമൂഹ്യ ജീവികൾ ആരായിരുന്നാലും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ, എന്തിനാ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്? ചില കാര്യങ്ങളൊക്കെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ ചരിത്രം പറയുന്നത്. ഇത് എൻ്റെ ഭാര്യ സഫിയയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇല്ല റസൂലേ, ഞങ്ങൾ തെറ്റിദ്ധരിക്കുവാനോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. രക്തം ഓടുന്നിടങ്ങളിലെല്ലാം ശൈത്താന്റെ സഞ്ചാരവും ഉണ്ടാകും. വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറ. ശൈത്വാൻ നിങ്ങളുടെ കൽബുകളിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ദുസ്സൂചനകൾ നൽകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശ്വാസികളെ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാട്. ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്കെന്തെങ്കിലുമൊക്കെ പ്രയാസമോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അദ്ദേഹം വരുന്നില്ല എന്നും പറഞ്ഞു അതിൻ്റെ പേരിൽ മാത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വർത്തമാനവും ഒരുപക്ഷെ അവൻ ചെയ്യാത്ത കുറ്റമായിരിക്കും. ഇന്ന് രണ്ട് കാര്യങ്ങളിലാണ് തേജോവധം ചെയ്യുന്നത്. മനുഷ്യന്റെ അഭിമാനത്തിന് കളങ്കമേൽപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്നാകട്ടെ അവൻ്റെ സാമ്പത്തിക ഇടപാടിലാണ്, മറ്റൊന്നാകട്ടെ അവൻ്റെ ദാമ്പത്യ ഇടപെടലുകളിലാണ്. രണ്ട് കാര്യവും സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവനെക്കുറിച്ച് ആരോപണം പറയുക, സമ്പത്തിന് വേണ്ടിയാണ് ഇവൻ നിൽക്കുന്നത്. പറയുന്നത് ആരാണ്? അതേ സംഘടനയിൽപ്പെട്ടവർ തന്നെ. സുബ്ഹാനല്ലാഹ്, അതേ സംഘടനയിൽപ്പെട്ടവർ തന്നെ പറയുകയാണ്. ഒരുത്തനെ അപമാനിക്കുവാൻ ശ്രമിച്ചാൽ പിന്നെ ഹക്കും ബാത്തിലും നോക്കുകയില്ല. റബ്ബിന്റെ അടുക്കൽ ഇത് മറുപടി പറയണമെന്നുള്ള ഒരു ചിന്തയുമില്ലാതെ അവന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുക. നോക്കൂ, മിഅ്റാജിന്റെ രാവിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചെമ്പുള്ള നഖവുമായിട്ട് മുഖവും അവൻ്റെ നെഞ്ചുമൊക്കെ പ്രയാസപ്പെടുത്തുകയാണ് നരകാവകാശികൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മൻ ഹൗല, അക്കൂട്ടർ ആരാണ്? ആരാണ് അക്കൂട്ടർ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന വയറാ ലഹും. ഗീബത്ത് പറഞ്ഞുകൊണ്ട്, ചെയ്യാത്ത തെറ്റുകളെ കുറിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലും മറ്റുള്ളവരിലേക്കുമൊക്കെ അവൻ്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിച്ചവനാണ്. നമസ്കരിക്കുന്നവനായിരിക്കും, നോമ്പ് നോൽക്കുന്നവനായിരിക്കും, സുഹൃതങ്ങൾ ചെയ്യുന്നവനായിരിക്കും. പക്ഷേ അവൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവൻ്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുക നിസ്സാര കാര്യമല്ല സഹോദരങ്ങളെ. തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരിക്കും, സുന്നത്ത് നോമ്പുകൾ കൃത്യമായി പിടിക്കുന്നവനായിരിക്കും. പക്ഷെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് അല്ലാഹ് പൊറുക്കുകയില്ല. വിശ്വാസികളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് സ്വഹാബികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അവന്റെ അഭിമാനത്തെ സൂക്ഷിക്കണമെന്നാണ്. അതുകൊണ്ട് സാന്ദർഭികമായി പറയുക സഹോദരങ്ങളെ, ഇന്ന് ഇലക്ഷന്റെ ഈ സമയത്ത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ച് എന്ത് നിറകേടുകളും പറയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വിശ്വാസികളാണെങ്കിൽ, വിശ്വാസ സ്ഥാനാർത്ഥികളാണെങ്കിൽ അറിയണം, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മറുപടി പറയണം റബ്ബിന്റെ അടുക്കൽ. നിന്റെ സംസാരവും കേൾവിയും കാഴ്ചയും ചിന്തയിൽ നിന്ന് ഉദിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും റബ്ബിന്റെ അടുക്കൽ മറുപടി പറയണമെന്നുള്ള ബോധ്യം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്റാ 36-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം ആത്യന്തികമായിട്ട് വിജയിക്കേണ്ടത് പരലോകത്താണ്. അതാണ് കഴിഞ്ഞ ഖുത്ബയിൽ കൂടി നാം മനസ്സിലാക്കിയത്. നാട്ടിലെ ഇലക്ഷൻ വരും പോകും, സ്ഥാനാർത്ഥികൾ മാറും, വിജയം മാറി മാറി വരും. അതൊക്കെ ഈ ഭൗതികമായ ലോകത്ത് മാത്രം കാണുന്ന പ്രതിഭാസമാണ് വിശ്വാസികളെ. ഈമാൻ ഉൾക്കൊണ്ടവരെ നാളെ പരലോകത്ത് ഫൗസുൻ അളീം, വ്യക്തമായ വിജയത്തിന്റെ അടിയാറുകളായിട്ട് നാം മാറണം. റബ്ബിന്റെ തെരഞ്ഞെടുപ്പിൽ തോൽക്കരുത്.
ഒരു വെട്ടിപ്പും നടക്കാത്ത ഒരു EVM നാളെ പരലോകത്തുണ്ട്. ദുനിയാവിലാണല്ലോ ഈ ഇലക്ട്രിക് വോട്ട് മെഷീനിൽ വെട്ടിപ്പുകളൊക്കെ നടക്കുക. ഒരു വെട്ടിപ്പും തട്ടിപ്പും നടക്കാത്ത ഒരു മീസാൻ നാളെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാകണം. യൗമഇദിൻ തുറദൂന ലാ തഖഫാ മിൻകും ഖാഫിയ. ദുനിയാവിൽ ചെയ്ത രഹസ്യങ്ങളെയൊക്കെ റബ്ബ് തആല പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. വായിക്കടോ നിന്റെ ഈ ഗ്രന്ഥം, എല്ലാം കൊണ്ടുവരും. ഭാര്യ അറിയാതെ ഭർത്താവ് ചെയ്തതും, ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്തതും, ചങ്കുകൾ അറിയാതെ ചങ്കുകൾ ചെയ്തതും എല്ലാം റബ്ബ് തആല നാളെ പരലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. ഒന്നും വിട്ടുപോയില്ലല്ലോ റബ്ബേ എന്ന് വിലപിക്കുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ച് ആ ദിവസത്തെ റബ്ബ് തആല സൂക്ഷിക്കുവാൻ വിശ്വാസികളോട് പറയുകയാണ്. ആ ദിവസത്തിൽ നമ്മുടെ കൈകളിൽ കിട്ടുന്ന ആ ഗ്രന്ഥം വലത് കയ്യിലായിരിക്കണം. അതാണ് വമ്പിച്ച വിജയം സഹോദരങ്ങളെ. ഫഅമ്മാമൻ ഊതി കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഉ കിതാബിയ. അതാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിന്റെ തേട്ടവും നേട്ടവും. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അടയാളപ്പെടുത്തലുകളും. അത് തിരഞ്ഞെടുപ്പാകട്ടെ, അത് വരുമ്പോൾ ജീവിതത്തിൽ മുച്ചൂടും നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ആ ഗ്രന്ഥം നമ്മുടെ വലത് കയ്യിൽ കിട്ടണം വിശ്വാസികളെ. ഫയഖൂലു ഹാഉം ഖറഉ കിതാബിയ. ആ വലത് കയ്യിൽ നൽകുന്ന കിതാബ് വായിച്ചു നോക്കുമ്പോൾ നാം പറയണം, ഇന്നി വലൻതു അന്നീ മുലാഖിൻ ഹിസാബിഹ. ഞാൻ വിചാരിച്ചിരുന്നു റബ്ബേ, ഞാൻ ഉറപ്പിച്ചിരുന്നു ഇതുപോലെ ഒരു ഹിസാബിനെ ഞാൻ നേരിടേണ്ടി വരുമെന്ന്. ഞാനിതാ നേരിട്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രന്ഥം വലത് കയ്യിൽ കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ പറയുവാനുള്ള അമലുകളായിരിക്കണം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വായത്തമാക്കേണ്ടത്. സംതൃപ്തമായ ഒരു ജീവിതമാണ്, ഉന്നതമായ സ്വർഗമാണ് കാത്തിരിക്കുന്നത് വിശ്വാസികളെ. അതാണ് ഫൗസുൻ അളീം, വമ്പിച്ച വിജയം. ഇടത് കയ്യിൽ ലഭിക്കുന്ന ഹതഭാഗ്യരെ കുറിച്ചും റഹ്മാനായ റബ്ബ് 69-ാം അധ്യായം സൂറത്തുൽ ഹാഖ 19 മുതലുള്ള ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കുക വിശ്വാസികളെ. ആ വിജയമാണ് നമ്മുടെ വിജയം, വലത് കയ്യിൽ ലഭിക്കുക. ഹതഭാഗ്യരെ സംബന്ധിച്ചിടത്തോളം ഇടത് കയ്യിൽ ലഭിക്കുന്ന ആ ഗ്രന്ഥം കിട്ടുമ്പോഴേക്കും അവൻ നിലവിളിക്കുകയാണ്, വലം അദിരി മാ ഹിസാബിയ. ഈ വിചാരണയെ ഒന്ന് അറിയാതിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് വിലപിക്കുന്ന ആ ദയനീയമായ അവസ്ഥ. യാ ലൈതഹാ കാനത്തുൽ ഖാലിയ. മരണത്തോടെയെല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ, ഈ വിചാരണയെ നേരിടാതിരുന്നുവെങ്കിൽ, ഈ ഹിസാബിനെ ഒന്ന് അഭിമുഖീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആർത്തട്ടഹസിക്കുന്ന വല്ലാത്ത ഒരു ദിനത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മാ അഗ്നാ അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ ഫഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂ. വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴേക്കും പൊട്ടിക്കരയുമായിരുന്നുവെന്ന് സ്വഹാബികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വഹാബികളും അങ്ങനെ തന്നെയാണ്. നമുക്കങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച്, എൻ്റെ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ, എൻ്റെ മക്കളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ, എൻ്റെ അധികാരം കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ എന്ന് വിലപിക്കുന്ന ആ ഒരു രംഗം. എവിടെ പോയി നിന്റെ സമ്പാദ്യം? സമ്പാദ്യം കൊണ്ട് ഭൗതിക ജീവിതത്തിൽ അഹങ്കരിച്ചിരുന്ന മനുഷ്യ, എവിടെയാണ് നിന്റെ ഈ അഹങ്കാരം? എന്നോട് മാപ്പ് ചോദിച്ചില്ല എങ്കിൽ ഞാൻ പൊരുത്തപ്പെടില്ല എന്ന് പറയുന്നവരുടെ അഹങ്കാരം നിലച്ചു പോകുന്ന ഒരു ദിവസമാണ്. സമ്പത്ത് കൊണ്ട് പലതും നേടിയെടുക്കാം, പരലോകത്ത് നഷ്ടമാണ് എന്ന് നാം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന് ഓർക്കുക വിശ്വാസികളെ. മാ അഗ്നാ അന്നീ മാലിയ. സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നും ഉപകാരപ്പെടുകയില്ല എന്നുള്ള ബോധ്യവും അവിടെ വെളിപ്പെടുന്ന ആ ഒരു ദിവസം. തൻ്റെ അധികാര കസേരയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഉപകാരവും ലഭിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ആ ദിവസത്തിൽ മലക്കുകളോട് പറയും, ഖുദൂ, പിടിക്കടോ അവനെ, ഫഗുല്ലൂ സുമ്മൽ ജഹീമ സ്വല്ലൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ വിശ്വാസികളെ. ആ ദിവസത്തിൽ വിജയിക്കണം സഹോദരങ്ങളെ.
സൂറത്ത് അൻആമിലെ 15-16 ആയത്തുകളിൽ പറയുന്ന വിജയമാണ് നമുക്ക് വേണ്ടത്. ഖുൽ, നബിയെ പറയുക, തെറ്റുകളിൽ പൂണ്ടു നിൽക്കുന്നവരെ, സാഹചര്യ സമ്മർദ്ദങ്ങൾക്കും നാടിൻ്റെ സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഷിർക്കെന്ന് പറഞ്ഞുകൊണ്ട്, അറിയുന്നത് നിനക്കറിയാം ഇത് ഷിർക്കാണെന്ന്, എന്നാൽ പോലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഉത്ബോധനമായി ലഭിച്ചുവെങ്കിൽ എത്ര ധന്യമാകുമായിരുന്നു. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, റബ്ബിനോട് ധിക്കാരം പ്രവർത്തിക്കുവാൻ ഒരുങ്ങുമ്പോൾ, ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു ജീവിതം ശ്രമിക്കുമ്പോൾ അറിയണം, എൻ്റെ പരലോകത്ത് ഞാൻ ഭയപ്പെടുകയാണ്, എൻ്റെ റബ്ബിനെ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു. മൻ യുസ്റഫു അൻഹു യൗമഇദിൻ ഫഖദ് റഹിമഹു. ആ ദിവസം ആരാണോ ശിക്ഷയെ തൊട്ട് ഒഴിവാകുന്നവൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയമായവൻ, അവനാകുന്നു വമ്പിച്ച വിജയം സിദ്ധിച്ചവൻ. ആ വമ്പിച്ച വിജയം നേടിയെടുക്കുവാൻ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുക. അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തുമാറാകട്ടെ.